ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക്. എൻ്റെ കുട്ടി കൂട്ടുകാരെ ഞാൻ കണ്ടിട്ട് കുറച്ച് നാളായി. ഇന്ന് ഞാൻ എൻ്റെ കുട്ടി കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓച്ചിറക്കാളയുടെ ഒരു കഥയാണ്. പേര് പറഞ്ഞ പോലെ തന്നെ ഈ കഥയിൽ പ്രധാന കഥാപാത്രം ഒരു കാളയാണ്. വെറും കാളയല്ല കേട്ടോ, ഒരു കൂറ്റൻ കാള, ഒരു പടുകൂറ്റൻ കാളയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. എൻ്റെ കൂട്ടുകാരിൽ ചിലർ ഈ കഥ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേട്ട് കാണും അല്ലേ? എങ്കിലും സാരില്ല, ഞാൻ ഈ കഥ മുഴുവൻ നിങ്ങൾക്കായി പറഞ്ഞു തരുന്നതായിരിക്കും. യോച്ചിറ എന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഓച്ചിറ. അവിടെ നമുക്കൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ പരബ്രഹ്മമാണ് പ്രതിഷ്ഠ. അതിനാൽ ആ അമ്പലത്തിനെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. കാളക്കുട്ടനൊപ്പം തന്നെ കഥയിലെ മറ്റ് രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ് അകവൂർ തിരുമേനിയും ചാത്തൻ എന്ന യുവാവും. പണ്ട് വളരെ പണ്ട് അകവൂർ എന്ന മനയിൽ ചാത്തൻ എന്ന യുവാവ് വേലയ്ക്കായി വന്നു. അപ്പോൾ തിരുമേനി അവനെ വേലയ്ക്കായി നിയമിച്ചു. ചാത്തൻ്റെ വേല എന്തൊക്കെയായിരുന്നു എന്നറിയോ? തിരുമേനിക്ക് വേണ്ടി പാടത്ത് ഉഴുവണം, അവിടുത്തെ തേങ്ങയെല്ലാം പൊതിക്കണം, വിറകെല്ലാം കീറണം. ഇങ്ങനെ എല്ലാവിധ ജോലിയും ചാത്തൻ എന്ന യുവാവ് ചെയ്യണം. തെല്ല് മടി കൂടാതെ ചാത്തൻ എല്ലാ ജോലിയും കൃത്യമായിട്ട് ചെയ്യും. തിരുമേനിക്ക് പ്രിയപ്പെട്ടവനുമായിരുന്നു ചാത്തൻ. അതുമാത്രമല്ല, ചാത്തൻ എന്ന യുവാവ് വളരെ നല്ല ഒരു ദൈവഭക്തനായിരുന്നു. പണിയെല്ലാം കഴിയുന്ന സമയത്ത് ഈശ്വര കാര്യങ്ങൾക്കായി ചാത്തൻ മാറ്റിവെക്കും. മന്ത്രങ്ങളും മറ്റുമൊന്നും അറിയില്ലെങ്കിലും തനിക്കറിയാവുന്ന രീതിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും. തൻ്റെ പ്രാർത്ഥന ദൈവം എന്തെങ്കിലും കേൾക്കും എന്ന ഒരു പ്രതീക്ഷയും ചാത്തൻ ഉണ്ടായിരുന്നു. തിരുമേനി പൂജയും മറ്റുമെല്ലാം ചെയ്യുമ്പോൾ ചാത്തൻ അത് ദൂരെ മാറി നിന്ന് കണ്ടു ഇതാക്കും. അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം തിരുമേനിയോട് ചാത്തൻ ചോദിച്ചു, തിരുമേനി, ഈ പരബ്രഹ്മം കണ്ണുകൊണ്ട് കാണുമ്പോൾ എങ്ങനെ ഇരിക്കും? അകവൂർ തിരുമേനി ആദ്യമൊന്ന് സ്തംഭിച്ച് നിന്നു. ഇവനെന്താ ഈ ചോദിക്കുന്നത്? എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരുമേനി പരിഹസിച്ചുകൊണ്ട് ചാത്തനോട് പറഞ്ഞു, അതെ ചാത്ത, ഈ പരബ്രഹ്മം എന്ന് പറയുന്നതുണ്ടല്ലോ, ഒരു മോഡൻ പോത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു കൂറ്റൻ കാളയെ പോലെ ഇരിക്കും. അതാണ് പരബ്രഹ്മം. ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതല്ലേ, നിനക്ക് കാണണോ? ചാത്തൻ പറഞ്ഞു, എനിക്ക് കാണണം തിരുമേനി. അങ്ങനെയെങ്കിൽ നീ മനസ്സിൽ ആ ഒരു കൂറ്റൻ പോത്തിനെ അല്ലെങ്കിൽ ആ മാടൻ പോത്തിനെ അല്ലെങ്കിൽ ആ കാളയെ വിചാരിക്കുക. അപ്പം നിനക്കും കാണാൻ പറ്റും. പാവം ചാത്തൻ, തിരുമേനി പരിഹസിച്ചതാണെന്ന് മനസ്സിലായില്ല. ചാത്തൻ അത് കാര്യമായി എടുത്തു. എന്നിട്ട് എന്നും തൻ്റെ വേല കഴിയുന്ന ദിവസം ധ്യാനിക്കാൻ തുടങ്ങി. പോത്തിൻ്റെ രൂപം മനസ്സിൽ വിചാരിച്ച്, ആ കൂറ്റൻ പോത്തിൻ്റെ രൂപം അല്ലെങ്കിൽ ആ കൂറ്റൻ കാളയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ച് ചാത്തൻ എന്നും പരബ്രഹ്മത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ നീണ്ട 14 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അതാ ചാത്തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആര് പ്രത്യക്ഷപ്പെട്ടു? ഒരു കൂറ്റൻ കാള. ചാത്തൻ പേടിച്ചു പോയി. എന്നിട്ട് പറഞ്ഞു, ചാത്ത, നീ പേടിക്കണ്ട, നിന്റെ തപസ്സിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു. ഞാൻ ഇനി എന്നും നിനക്ക് കൂടെയുണ്ടാവും. അത് മറ്റാരുമല്ലായിരുന്നു, പരമേശ്വര ഭഗവാനായിരുന്നു പരബ്രഹ്മരൂപത്തിൽ. അങ്ങനെ ഈ പോത്ത് ചാത്തൻ്റെ കൂടെ വേലകൾ ചെയ്തു. ചാത്തനെ എല്ലാ കാര്യങ്ങൾക്കും സഹായിച്ചുകൊണ്ടിരുന്നു. പാടത്തെല്ലാം ഈ പോത്ത് ഉഴുവാനും മറ്റുമെല്ലാം ചാത്തനെ സഹായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നാളുകൾ കടന്നുപോയി. ചാത്തനും പോത്തും കളിച്ചും ഉല്ലസിച്ചും എല്ലാം നടക്കുന്നു. അപ്പോൾ തിരുമേനിക്ക് ഒരു യാത്ര പോകേണ്ട സമയമായി. ദൂരെ അങ്ങ് തെക്കോട്ട് യാത്ര പോകുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ തിരുമേനി പറഞ്ഞു, ചാത്ത, ഞാനൊരു യാത്രയ്ക്ക് പോവാണ്, എനിക്ക് കൂട്ടായി നീയും വരുമോ എന്ന് ചോദിച്ചു. അതിനെന്താ തിരുമേനി, ഞാൻ വരാലോ എന്ന് ചാത്തൻ പറഞ്ഞു. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ കാളയും ഇവരെ അനുഗമിച്ചു. തിരുമേനിക്ക് കാളയെ കാണാൻ പറ്റില്ല. കാര്യമെന്താ? തിരുമേനി ധ്യാനിച്ച് പരബ്രഹ്മത്തെ വരത്തിയില്ലല്ലോ. എന്നാൽ ചാത്തന് ഈ കാളയെ കാണാം. ചാത്തൻ്റെ പിന്നാലെ ഒരു നിഴലായി ഈ കൂറ്റൻ കാളയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു വലിയ മരത്തിൻ്റെ ചില്ലകളിലൂടെ ഇവർക്ക് കടക്കണം. ആ മരത്തിൻ്റെ ചില്ലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാളയ്ക്ക് അത് കടക്കാൻ പറ്റില്ല. കാര്യം എന്താ? കാള വലിയ കൂറ്റനാണ് അല്ലേ?
അപ്പോൾ ചാത്തൻ പറയുന്നു, തല കുനിച്ച് അവിടെ കടക്കൂ. തിരുമേനി കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ചാത്തനോട് പറഞ്ഞു, അല്ലയോ ചാത്ത, നീ ആരോടായി സംസാരിക്കുന്നേ? ഞാനും നീയും അല്ലാതെ ഇവിടെ വേറെ ആരാ ഉള്ളത്? അപ്പോൾ ചാത്തൻ പറഞ്ഞു, ഞാൻ പരബ്രഹ്മത്തോടാണ് സംസാരിക്കുന്നത്. തിരുമേനിക്ക് ഓർമ്മയില്ലേ അന്ന് പറഞ്ഞത്? പരബ്രഹ്മം പോത്തിനെ പോലെ ഇരിക്കും, കൂറ്റൻ കാളയെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞു തന്നത് ഓർമ്മയില്ലേ തിരുമേനി? ആ പരബ്രഹ്മത്തെ ഞാൻ കണ്ടു. ആ പരബ്രഹ്മമാണ് ഇത്രയും നാൾ എന്നെ സഹായിച്ചത്. തിരുമേനി കാണുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ തിരുമേനി, എനിക്കൊന്നും ദൃശ്യമല്ലല്ലോ ചാത്ത എന്ന് പറഞ്ഞു. അങ്ങനെയിരിക്കെ ചാത്തൻ പറഞ്ഞു, എങ്കിൽ തിരുമേനി എന്നെ സ്പർശിച്ചൊന്ന് നോക്കിക്കൊള്ളുക. അവസാനം തിരുമേനി ചാത്തൻ്റെ കൈ പിടിച്ചു നോക്കും. അപ്പോഴതാ തിരുമേനി ഞെട്ടി വിറച്ചു. ആരാ മുന്നിൽ വന്നിരിക്കുന്നത്? ആ കൂറ്റൻ കാള, ആ മാടൻ പോത്ത് തിരുമേനിയുടെ മുന്നിലും വന്നിരിക്കുന്നു. തിരുമേനി ഒരു നേരം സ്തംഭിച്ചു നിന്നുപോയി. അവസാനം തിരുമേനിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. എന്നിട്ട് തിരുമേനി ചാത്തൻ്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു. ചാത്ത, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ കളിയാക്കിയെങ്കിലും നീ അത് മനസ്സാലെ ഉൾക്കൊണ്ട് പൂജ ചെയ്ത് പരബ്രഹ്മത്തെ പ്രത്യക്ഷനാക്കി അല്ലേ? പരബ്രഹ്മത്തിന് രൂപമില്ല, ഭാവമില്ല, തിരുമേനി ചാത്തനോട് പറഞ്ഞു, എന്ന് നീ തെളിയിച്ചു. എനിക്ക് മനസ്സിലായി, നമ്മൾ എന്ത് രൂപത്തെ മനസ്സിൽ വിചാരിക്കുന്നോ ആ രൂപത്തിൽ പരബ്രഹ്മം മുന്നിൽ വരും. ദൈവത്തിന് രൂപവും ഭാവവുമില്ല, എല്ലാം നമ്മുടെ ഭാവനയാണ്. അങ്ങനെ തെറ്റ് മനസ്സിലായ തിരുമേനി പിന്നീട് ആരെയും പരിഹസിച്ചിട്ടില്ല. പിൽക്കാലത്താണ് ഈ സ്ഥലത്തിന് ഓച്ചിറ എന്ന പേര് വന്നത്. യഥാർത്ഥത്തിൽ ഈ പോത്ത് പോയ ഈ സ്ഥലത്തിന് പോത്തുചാടും ചിറ എന്നായിരുന്നു പേര് വന്നത്. ആളുകൾ പറഞ്ഞ് പോത്തുചാടും ചിറ പറഞ്ഞ് ലോപിച്ച് ഓച്ചിറയായി. അപ്പോൾ കൂട്ടുകാരെ, ഈ കഥയിലെ ഗുണപാഠം എന്താണ്? നമുക്കൊരു കാര്യം പറ്റില്ല എന്ന് കരുതി മറ്റുള്ളവർക്കും അത് പറ്റില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അതുകൂടാതെ തന്നെ നമ്മളാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ കേമൻ എന്ന് വിചാരിക്കുന്നതും തെറ്റാണ്. ഡോക്ടർക്ക് ഉണ്ടാവുന്ന അറിവ് ഒരുപക്ഷെ എൻജിനീയർക്ക് ഉണ്ടാവില്ല, അല്ലേ? ടീച്ചർക്ക് ഉണ്ടാകുന്ന അറിവ് ഒരുപക്ഷെ സ്കൂളിലെ പിയൂണിന് ഉണ്ടാവില്ല. എല്ലാം വ്യത്യസ്തമാണ്. നമ്മളൊരു തൊഴിൽ അല്ലെങ്കിൽ നമ്മളൊരു വിഷയത്തെ എങ്ങനെ സമീപിക്കുന്നുവോ ആ രീതിയെ പോലെ ഇരിക്കും, അല്ലേ? എൻ്റെ കഥ ഇന്ന് തീരുന്നു. വീണ്ടും ഇതുപോലെ ഒരു നല്ല രസകരമായിട്ടുള്ള കഥയായി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും. നന്ദി, നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.